വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന വേറെ ആരല്ല, മിസ്റ്റർ അർജുൻ. മുടിയുള്ള അർജുൻ, സോറി. എങ്ങനെ സഹിക്കുന്നു? ഇപ്പൊ എനിക്ക് അത്യാവശ്യം സഹിക്കാൻ കുറച്ചുകൂടി ഇഷ്ടം കൂടിയിട്ടുണ്ട്, കാരണം ഗ്ലാമർ കൂടിയല്ലോ. മുമ്പ് ഗ്ലാമർ കുറവായിരുന്നോ? അങ്ങനെയല്ല, മുടി എപ്പോഴും ഗ്ലാമർ കൂട്ടുന്നൊരു സാധനം തന്നെ. എന്തൊക്കെ പറഞ്ഞാലും അതൊരു സത്യമാണ്. കൂടി എന്നാണ് പറഞ്ഞത്. കൂടിയതിൽ പ്രശ്നമുണ്ടോ തന്നെ പ്രശ്നമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് 5 മാസം കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ 7 months അപ്പോൾ ശരിക്കുള്ള പ്രശ്നം തുടങ്ങുമായിരിക്കും. വരാലം വരച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു പുതിയൊരു ലുക്കിലോട്ട് പോവാണ്. യാത്രയേ ഉള്ളൂ. ഇനി എന്താ നിങ്ങളെ ഒരു ഫീലിംഗ് എന്താണ്? ഇപ്പൊ പുതിയ ലുക്കിൽ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കുറെ നാളായിട്ട് ഇങ്ങനെയല്ലേ. അപ്പം ഒരു ചേഞ്ച്, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന പോലെ നമുക്കും ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണത്. ആ പരിപാടി ഇപ്പൊ ഒരു 10-15 വർഷം നിന്നിരിക്കുകയാണ്. ഒരേ സ്റ്റൈലേ ഉള്ളൂ. എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എന്തെങ്കിലും സ്റ്റൈൽ വെട്ടി തരുമെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞ്, ചേട്ടാ നിങ്ങൾ തലയിലുള്ള മുടിയിലല്ലേ വെട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഷോർട്ട് ഹെയർ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഷോർട്ട് ഹെയർ ഞാൻ അങ്ങനെ പിന്നെ ഷോർട്ട് ഹെയർ ആക്കി. റിസൾട്ട് വന്ന സമയത്ത് നെക്സ്റ്റ് ഇയർ ഞാൻ വീട്ടിലേക്ക് വരും. അതാണ് നമുക്ക് അവിടെ ഒരു പാർട്ടി വേണമല്ലോ. അത് ഷുവർ ആണല്ലോ. അതെന്തായാലും 100% റിസൾട്ട് വരും. നെക്സ്റ്റ് ഓണം എന്ന് പറയാല്ലേ. ഓണ സമയം എന്തായാലും നടക്കും. ഓഗസ്റ്റ്. അതെ, ഓണം ഇപ്പൊ ഓണം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഓണം വിത്ത് ഹെയർ. അതാണ് വിത്ത് ഹെയർ. കാരണം ഇതിനൊരു പ്രത്യേകത, നിങ്ങൾക്ക് ട്രിം ചെയ്യാം, ഷേവ് ചെയ്യാം, കട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ലെങ്ത് വളർത്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിബൺ ഇട്ട് കെട്ടാം. ഒരു കുഴപ്പം. നമ്മുടെ ഡോണർ ഏരിയയുടെ ഹെയർ എത്ര വളരുന്നോ അത്രയും ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി വളരും. നിങ്ങളുടെ ഡോണർ ക്വാളിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഹെയർ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ എടുക്കാം. കാരണം ഇനി ഈ ലുക്ക് കിട്ടില്ല. നിങ്ങൾ പുതിയ ലുക്കാണ്. പുതിയ ലുക്ക് ആവട്ടെ. ഇത് കുറേ ആയല്ലോ. ആവശ്യത്തിന് മറ്റേ റീൽ അല്ല, ഐ മീൻ സീരിയലിലാണെങ്കിലും അല്ല എപ്പോ ആണെങ്കിലും നോക്കാം. അടുത്ത് ഒരു വീഡിയോ ചെയ്യാം. ഇതിൽ സന്തോഷത്തോടെ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ഇത് എന്റെ മുഖത്ത് കാണുമായിരിക്കാം എന്ന് അറിയാമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കഴിയുമ്പം നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്, നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പേടിയുണ്ടോ? വേദന ഉണ്ടാവുന്ന വേദന അല്ല, എനിക്കിത് എന്താവും അല്ലെങ്കിൽ ഇത് വളരുമ്പോ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാണ്. എന്തായാലും നമുക്കത് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഒരു 5 months 6 months ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായല്ലേ? മെലിയാൻ ശ്രമിക്കുന്നു, തലയിൽ മുടി വെക്കുന്നു, എന്താണ് ഉദ്ദേശം? അതൊക്കെ തന്നെ ഉദ്ദേശം. എന്താണ് മനസ്സിൽ തോന്നിയ ഉദ്ദേശം കൂടെ പറയുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെറുപ്പമാവുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് നമ്മൾ ഡിവോഴ്സ് ആവാൻ പോകണം. അത് ഇപ്പൊ പറയണ്ട, പിന്നെ ഈ മുടിയൊക്കെ വെച്ചിട്ട് നേരെ തായ്ലാൻഡിലോട്ടാണോ താങ്കൾ പോകാൻ പോകുന്നത്? മുടി വെച്ചിട്ട് തായ്ലാൻഡിൽ പോകും. ഞാൻ യൂറോപ്പ്. പ്രൊഫഷണൽ ആയതിന്റെ ഒരു സൂചനയാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കണത് അല്ലേ? ഞാൻ സത്യത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയാണ് ഈ മുടി വെക്കുന്നത്. അഭിനയിക്കാൻ എന്റെ ഈ തല മതി. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം. എന്താ ചെയ്യാൻ? എനിക്ക് അടുത്ത റോള് വെളിച്ചപ്പെടട്ടല്ല മുടി. ഇന്നെ പക്ഷെ അതേ കിട്ടുമോ? ഇനി നമ്മളെല്ലാം ചേട്ടനെ വീട്ടിൽ അന്യൻ എന്നാണ് വിളിക്കാൻ പോണം. ചേട്ടൻ മുടിയൊക്കെ ഓഹോ എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് എനിക്ക് പണ്ട് പെണ്ണിട്ടത്. ഞാൻ ബാബ ഓസ് ആവാൻ വേണ്ടി മുടി വളർത്തും. ബാബ ഓസിനെ നിങ്ങൾക്ക് അറിയാമോ? അന്യൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. കോമൺ മാൻ അറിയാവുന്ന ലാംഗ്വേജ് സംസാരിക്കും. മാൻ പരിചയത്തിലുള്ള ആള് അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അന്യൻ ആരെന്ന്. ആൻഡി ബ്രമോ അന്യൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങളെങ്കിലും TN രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർ എടുക്കാതിരിക്കുക, KL എടുക്കുക. എൻ്റെ അടുത്ത് എന്നെ വിളിക്കുന്ന ആൾക്കാർ പറയാണ്, അതായത് വൈഫ് പറയുന്നത് എന്നേക്കാളും കൂടുതൽ ക്ലാമർ ആക്കണ്ട, ആക്ച്വലി അത്ര മതി എന്നാണ്. സഹിക്കാൻ പറ്റില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എൻ്റെ വൈഫ് കേൾക്കുന്നുണ്ടാവില്ല പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു 7 months? ആ ഒരു 7 months ഞാൻ പറയുകയാണ്, എനിക്ക് 4 months കഴിഞ്ഞപ്പോഴേ എനിക്ക് ചേഞ്ച് വന്നു തുടങ്ങി. കേട്ടെ, അഹങ്കാരം പറയണമല്ല, ശരിക്കും എനിക്ക് 4 months കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരും വിളിച്ച് ചോദിക്കുമായിരുന്നു. നിങ്ങളുടെ സത്യവായിക്കും അറിയായിരിക്കും അല്ലേ, എൻ്റെ മുടി പൊഴിഞ്ഞു പോകുന്നില്ല, ഇനിയിപ്പോൾ പോകുന്ന നാളെ പോകും. ആക്ച്വലി പൊഴിഞ്ഞു പോകുന്നത് നമുക്ക് അറിയാൻ പറ്റൂല എന്നുള്ളതാണ്. പെട്ടെന്നൊരു 7 monthsലെ ഫോട്ടോസൊക്കെ ചേഞ്ച് വരുമ്പോഴാണ് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. ശരിക്കുമേ ഏജ് റിവേഴ്സ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നു. റിവേഴ്സ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
ഒരു കോളേജ് ടൈമിലൊക്കെ ഉള്ള പോലെ തന്നെ ആയി. അപ്പം അത് ഈ പറഞ്ഞ പോലെ കുറേ കൂടെ ഒക്കെ ഈ പറഞ്ഞ ഡ്രസ്സാകുമ്പോഴും നമ്മൾ വേണ്ടാന്ന് വെച്ച പല കാര്യങ്ങൾ വീണ്ടും ഇടും. അങ്ങനെയൊക്കെ പുതിയൊരു എന്താ പറയുക, പുതിയ ലുക്ക് തന്നെ ശരിക്കും. നിങ്ങൾ പുതിയ ലുക്ക് എന്നല്ല, ഞാൻ അർജുൻ ചേട്ടനെ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തൊട്ട് കാണുമല്ലേ. അപ്പം എല്ലാ സ്റ്റേജിലും അർജുൻ ചേട്ടൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ കൂടുതൽ ചേട്ടൻ മുമ്പ് ഒരു കോളേജ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ലുക്കിലോട്ട് വീണ്ടും എത്തി. താടി വെക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ മുടി വെച്ചതിന് ശേഷമുള്ള ഏക പരാതി. എനിക്ക് താടി ഇഷ്ടമാണ്, പക്ഷെ മുടി വെച്ചതിന് ശേഷം ചേട്ടൻ താടി വെക്കുന്നേ ഇല്ല. ആ ഒരു പരാതി മാത്രമേ ഉള്ളൂ മുടി വന്നതിന് ശേഷം. എനിക്ക് പുതിയ സീരിയൽ തുടങ്ങി, എപ്പിസോഡ് തുടങ്ങി, 1 month ആയി, ടെലികാസ്റ്റ് തുടങ്ങി 1 month ആയി. അറിയാത്ത ആൾക്കാരോട് പറയാം. അതാണ്, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കാണൂ. ടോം ആൻഡ് ജെസ്സി എന്നാണ് സീരിയൽ പേര്. ടൈറ്റിൽ റോളാണ് ചെയ്യുന്നത്. ഈ ടോം ആൻഡ് ജെസ്സിയിൽ ടോം ഞാനാണ്. യൂട്യൂബിലുണ്ട്, എല്ലാവരും കാണണം. ആ ടോം എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അനിവാര്യമായിരുന്നു അല്ലേ? അതെ, വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഈവൻ അതർവൈസ് അത് നമ്മുടെ ഡയറക്ടർ ചേട്ടന് വേണ്ടി വെച്ചിരുന്ന ക്യാരക്ടർ തന്നെയായിരുന്നു, പക്ഷേ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ക്യാരക്ടറിന് വളരെയധികം ഹെൽപ്പ് ചെയ്തു. അത് ആ ചക്കപ്പഴത്തിലെ ശിവൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് അത് ആ ഒരു ലുക്ക് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇതില് ഈ ഒരു ലുക്ക് തന്നെയാണ് ചേരുന്നത്. അല്ല, അങ്ങനല്ല, ശിവൻ എന്നുള്ള ലുക്കിന് കുറച്ച് മാറാൻ കറക്റ്റായിട്ട് അത് ഹെൽപ്പായി എന്നുള്ളത്. ആ ലുക്ക് ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ കാണാൻ തന്നെയാണ് എനിക്ക് ഡിഫറെന്റ് റോൾസ്, 2 ഡിഫറെന്റ് രീതിയിൽ ചെയ്യാൻ പറ്റി. ഞാൻ അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ, കൊച്ചെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിക്ക് അച്ഛൻ മുടി വന്ന അച്ഛനെയാണോ ഇഷ്ടം, മുടി അത്രയും മനസ്സിലാക്കാനുള്ള ഒരു $3 years ആയിട്ടുള്ളത്. അപ്പൻ എങ്ങനെയാലും അപ്പനാണ്. പക്ഷേ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ചേട്ടൻ മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ കൊച്ചു പറയണുണ്ടായിരുന്നു, മുടി വെട്ടല്ലേ പപ്പ, മുടി വെട്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ്, മുടി ഉള്ളതാണ് ഇഷ്ടം, മുടി വെട്ടല്ലേ. എന്റെ കുട്ടി കാണിക്കാം, അവൾക്ക് 7 വയസ്സായി. അവൾ പറയും എന്റെ ഫോട്ടോ, ഓ ഇതാണ് കഷന്റെ അച്ഛനല്ലേ, എനിക്ക് ഇപ്പോഴത്തെ അച്ഛൻ മതി. അത് എന്നെ കുഞ്ഞു മിനിയാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറെ ആൾക്കാർ കഷന്റെ ഞാൻ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഇദ്ദേഹം. എന്തായാലും അടുത്ത നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുന്ന 1 year ആണ്. 1 year ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒന്നിച്ച് വീഡിയോ എടുക്കുന്നതാണ്. റെഡിയെ വരെ താമസിക്കും, പഴയതോലല്ല, മുടിയൊക്കെ കോമ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. പാർട്ടിക്കുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാം. ബംഗ്ലാ സീന് വരുന്നു, പുഷ്പ പാർട്ടി നടത്തും. അപ്പൊ താങ്ക് യു ഫോർ ഗിവിംഗ് വീഡിയോ ഫോർ ഹിയർ. ഉറപ്പായിട്ടും സന്തോഷമേ ഉള്ളൂ.